ധന്വന്തിരി ഭഗവാനെ ഊട്ടുപുര സമർപ്പിച്ചതിന്റെ ധന്യതയിൽ പാചക വിദ്വാൻ പള്ളിമണ്ണ ഗണേഷ് സ്വാമി. രാജശേഖരൻ കടമ്പാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭഗവാന്റെ ഊട്ടുപുര നവീകരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് വിനായക കാറ്ററിംഗ് ഉടമ പള്ളിമണ്ണ ഗണേഷ് സ്വാമി. കഴിഞ്ഞ 30 വർഷമായി നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലെ പാചകക്കാരനാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത പള്ളിമണ്ണ പുത്തൻമഠത്തിലെ സൂര്യനാരായണ സ്വാമിയുടെ മകൻ ഗണേഷ് സ്വാമി. ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെയും ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയുടെയും ജീർണാവസ്ഥ ദേവസ്വം ഓഫീസറായ പി ബിജു ഗണേഷ് സ്വാമിയെ ധരിപ്പിക്കുകയായിരുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഊട്ടുപുര നവീകരണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചിലവിട്ട് 45 ദിവസം കൊണ്ട് ഊട്ടുപുരയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തു. ഏകദേശം 30 വർഷത്തോളമായി നെല്ലുവായ് അമ്പലത്തിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അന്ന് മുതലേക്ക് അന്ന് വെറും 40 രൂപ ഒരു ഉദയാസമനത്തിന് കൂലിയായിട്ട് ലഭിച്ചിരുന്നു. അവിടുന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അന്ന് വെറും ഉദയാസമന പൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെയിലി അന്നദാനമൊന്നുമില്ല. ഡെയിലി അന്നദാനം ഒരു 2 വർഷമായി ഡെയിലി അന്നദാനം ആരംഭിച്ച്. കഴിഞ്ഞ വർഷം തന്നെ ഇതിലെ ഓഫീസറോട് സൂചിപ്പിച്ചാണ് അടുക്കള വളരെ ജീർണാവസ്ഥയിലാണ് ഇരിക്കുന്നത്. മുകളിൽ കഴുക്കോല് പോയി വളരെ നിലമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ചെളി ആകെ മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം അവിടെ പൈപ്പിൽ നിന്ന് പൊട്ടി എല്ലാം ചെളി മയമായിരുന്നു. അന്ന് തന്നെ ഓഫീസ് ഏകാദശിക്ക് ആകെ ചെളി മയമായിരുന്നു. ആൾക്കാരാരെങ്കിലും ഒന്ന് അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞപ്പോൾ ഓഫീസർ നമുക്ക് നോക്കാം ശരിയാക്കാം എന്നുള്ളൊരു പറഞ്ഞിട്ടായിരുന്നു. അടുത്ത ഏകാദശിക്ക് മുമ്പ് ശരിയാക്കണം എന്ന് പറഞ്ഞൊരു ഓഫീസറുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു. ഓഫീസർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം കർക്കിടകത്തിലെ മഹാഗണപതി ഹോമത്തിൻ്റെ അന്നാണ് ഓഫീസറുടെ അടുത്ത് ഒന്നുകൂടി സൂചിപ്പിച്ചത്. അപ്പോൾ ഓഫീസർ പറഞ്ഞ് സ്വാമി ഒന്ന് ഉത്സാഹിച്ച് നോക്കുമോ, പറ്റുവെച്ചെങ്കിൽ നമുക്ക് ചെയ്യാം, സാങ്ഷനൊക്കെ ഞാൻ പെട്ടെന്ന് വാങ്ങിത്തരാം എന്ന് പറയുകയും ഞാൻ നോക്കട്ടെ പറഞ്ഞു വരുന്ന ഇവിടെ തൃശ്ശൂരിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഒക്കെ അവരുടെ അടുത്തൊക്കെ കൂടി ആലോചിച്ചപ്പോൾ നമുക്ക് നോക്കാമെന്നും ഈ ഷാജി വന്ന കോൺട്രാക്റ്റുകാരൻ ഓൾറെഡി ഞങ്ങളുടെ തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രത്തിൽ പാർവതി ശങ്കര കല്യാണ മണ്ഡപം AC ഹോളായി പുതുക്കി പണിത് ഏപ്രിലിൽ അതിൻ്റെ സമർപ്പണ ചടങ്ങ് നടക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ കയ്യിലുള്ള ആളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നോക്കുകയും അയാൾ അതിൻ്റെ എസ്റ്റിമേറ്റ് പറഞ്ഞ് ചെയ്യാം, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം, അയാളും അതിലൊരു പങ്കാളിയാവാമെന്ന് പറഞ്ഞിട്ടൊരു ഇത് ആരംഭിക്കാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ ഇതായി. പിറ്റേ ദിവസം വീണ്ടും അയാളെ കൊണ്ട് കാണിച്ച് അമ്പലനടയിൽ വെച്ച് തന്നെ അയാൾക്കൊരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയും പിറ്റേ ദിവസം മുതൽ പണി ആരംഭിക്കുകയും ഏകദേശം ഒരു 38 ദിവസത്തോളം ഉള്ളിൽ പണി അവസാനിപ്പിച്ച് തരികയും ഈ നിലയ്ക്കുള്ള ഒരു അവസാനിപ്പിച്ച് തരികയുണ്ടായി. എല്ലാം ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹം കാരണം പെട്ടെന്നെല്ലാം സംഭവിച്ചു. നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ഇന്നലത്തെ ആ സമർപ്പണ ചടങ്ങിലാണ് എനിക്ക് മനസ്സിന് വളരെയധികം. നമ്മൾ എന്തെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായാലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ളൊരു മനസ്സംതൃപ്തി വന്ന് ഇന്നലത്തെ സമർപ്പണത്തിലാണ്. അതൊന്നും വിചാരിച്ചിട്ടല്ല തുടങ്ങിയിരിക്കുന്നത്. നമ്മളൊന്ന് നല്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരുവിധം അമ്പലങ്ങളൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓരോ ദിക്കിൽ കാണുമ്പോൾ നമ്മളുടെ ഇവിടെ എന്താ ഇങ്ങനെ ആവാൻ കാരണം, അപ്പോൾ എല്ലാം ദേവസ്വം ബോർഡ് പറയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിസമ്മതം കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ തരണം ചെയ്ത് ദേവസ്വം ഇപ്പോഴത്തെ ഓഫീസർ വളരെ നല്ല ഈ ഓഫീസറാണ് ഈ അമ്പലം ധന്വന്തരമൂർത്തി ഉള്ള അമ്പലം എത്ര അധികം പ്രസിദ്ധിയായ കാരണം ഈ ഓഫീസറാണ്, ബിജു ഓഫീസറാണ്. അത് യാതൊരു സംശയമില്ല. അദ്ദേഹം 15 വർഷത്തോളം എൻ്റെ അറിവിൽ 14 കഴിഞ്ഞ മറ്റേ ദ്രവ്യാവൃത്തി കലശത്തിന് മുമ്പാണ് അദ്ദേഹം ജോയിൻ ചെയ്ത്. അവിടുന്ന് മുതൽക്കേ അയാൾ ഇതിൽ പ്രവർത്തിച്ചതാണ്. അതിൽ മാറിയ ഒരു ഓഫീസർ വന്നു. അത് ഓഫീസർ വരണമല്ല,
ഇത് ചെയ്യാനൊരു മനസ്സംതൃപ്തി ഒരാളെ ഒരു ഭക്തനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് സംസാരിച്ച് അതിലാണ് ഏറ്റവും വലിയ കഴിവ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ഇദ്ദേഹത്തോട് പറഞ്ഞാൽ തീരാത്തൊരു നന്ദി. ഇങ്ങനത്തെ ഓഫീസർമാർ ഇനിയും ഇവിടെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതായത് ബിജു ഓഫീസർ ഈ അമ്പലം ഇത്രയധികം എന്നും ഒരു ഡെയിലി ഒരു 50 പേരെങ്കിലും വെളിനാട്ടിൽ നിന്ന് വന്ന് ധന്വന്തരമൂർത്തിയെ തൊഴുത് പോണ ദിവസങ്ങളില്ല. വ്യാഴാഴ്ച ഞായറാഴ്ചയും ഭയങ്കര തിരക്കായിരിക്കും. പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കർക്കിടകത്തിലെ ഈ ശങ്കര ടി വിയിലെ ധന്വന്തരി യാഗം കഴിഞ്ഞോട് കൂടിയിട്ട് ഒന്നുകൂടിയും പ്രസിദ്ധി. അപ്പോൾ ദിവസവും ധന്വന്തരമൂർത്തിയുടെ അവിടെ ധന്വന്തരി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നപ്പോൾ തേവർക്ക് കൂടുതൽ ചൈതന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മഹാപുണ്യം അദ്ദേഹത്തിനും കൂടുതൽ ഇതാവിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തതാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ. ഒരു സാങ്ഷന് ഒരു ബുദ്ധിമുട്ടും മറ്റേത് നമ്മൾ ദേവസ്വം ബോർഡിലെ പേപ്പർ കൊടുത്ത് സാങ്ഷൻ വാങ്ങി ഒരു പണി ഇത് ഒന്നും അറിഞ്ഞിട്ടില്ല. വെറുതെ ഒരു ലെറ്റർ പാഡിൽ ഒരു സൈൻ ഇട്ട് കൊടുത്ത് വേറെ ഒന്നും പിറ്റേ ദിവസം പണി ആരംഭിക്കുക ചെയ്തിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരു കഴിവ് കാരണം തന്നെയാണ്. അത് അദ്ദേഹത്തിന് 100,000 നന്ദി രേഖപ്പെടുത്തുന്നു. ഊട്ടുപുര സമർപ്പണ ചടങ്ങിനെത്തിയ കല്യാൺ സിൽക്സ് ഉടമ പട്ടാഭിരാമൻ തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. വലിയ പണക്കാരനൊന്നുമല്ല ഗണേശ് സ്വാമി. ചൂട്ടത്തു നിന്ന് കഷ്ടപ്പെട്ട് ഉരുക്കൂട്ടിയ പണമാണ് അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചത്. എന്നൊരു തോന്നല് വന്നാൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഐശ്വര്യമായിട്ട് തന്നെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണെന്ന് കണ്ടുവരുന്നത്. ദേവസ്വം മെമ്പർ പറഞ്ഞ മാതിരി തന്നെ ശുചിമുറികളായ മറ്റു കാര്യങ്ങളെല്ലാമായി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് ഒരുവിധ സൗകര്യങ്ങളുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വരിക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. അതേമാതിരി തന്നെയാണ് ഈ ഊട്ടുപുരയും വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു. ധന്വന്തരിമൂർത്തിയുടെ കൃപാകടാക്ഷങ്ങൾ. അതുകൊണ്ടായിരിക്കും ഭഗവാൻ ഈ ഗണേശ അയ്യരെ കൊണ്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട് വരുത്തിച്ചത്. അപ്പോൾ ഗണേശ അയ്യര് നിർബന്ധമായിട്ട് അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു ഊട്ടുപുര ശരിയാക്കി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നി. അത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹം NRIയോ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരൊന്നല്ല. ഈ കൂട്ടത്തിൽ നിന്ന് ഈ ചെറിയ പരിപാടി നടത്തി ഇപ്പോൾ കുറച്ച് വലിയ രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. സംഘത്തിന് പറ്റിയ ഒരു വേദിയല്ല അത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ എനിക്കിങ്ങനൊരു അവസരം ഗണേശ അയ്യർ മുഖാന്തരം ഭഗവാൻ എന്നെ ക്ഷണിച്ചതിലുള്ള ഒരു വലിയൊരു സമർപ്പണമായി മാത്രം ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായും ഈ ക്ഷേത്രവുമായി പല രീതിയിലും ബന്ധപ്പെടാറുണ്ട്. ഇവരെ മാനേജർമാരൊക്കെ വരുന്ന കാലഘട്ടത്തിൽ. എന്നാൽ ഇത് വളരെ നല്ല രീതിയിൽ നടത്തി. അത് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് അതാണ്. അവർക്ക് പണം കൂടിയിട്ടോ അധികമായിട്ട് ചെയ്തിട്ടതല്ല, ഭക്തി കൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ശ്രീ കണ്ണൻ. 40 വർഷത്തോളമായി ഇവിടെ ആണ് നൈവേദ്യത്തിനും പ്രസാദൂട്ടിനൊക്കെ അദ്ദേഹം വരണേ. വിശേഷ ദിവസങ്ങളിൽ ശ്രീ ഗണേശനും വരാറുണ്ട്. പല പരിപാടികളും വീട്ടിലത്തെ ഏതെങ്കിലും പരിപാടിക്ക് എന്തുണ്ടെങ്കിലും ആൾ ക്യാൻസൽ ചെയ്തിട്ട് വരും. പിന്നെ ധന്വന്തരിമൂർത്തിയുടെ അവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പറയും എന്നെ ഒഴിവാക്കണമെന്ന് പറയും. അത്രയും വലിയൊരു ഭക്തനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ അവസരത്തിന് ഒന്നുകൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചടങ്ങിൽ ഗണേശ് സ്വാമിയെ ആദരിക്കുകയും ചെയ്തു. പിതാവ് സൂര്യനാരായണ സ്വാമി 12ാം വയസ്സിലാണ് ഗണേശ് സ്വാമിയെ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ തീ കൂട്ടാൻ പഠിപ്പിച്ചത്. അന്ന് ഉദയാസ്തമന പൂജയ്ക്ക് നിവേദ്യമുണ്ടാക്കിയാണ് തുടക്കം. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്നദാനം ആരംഭിച്ചു. പിതാവിന്റെ പാത പിന്തുടർന്ന ഗണേശ് സ്വാമിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 44ാം വയസ്സിൽ ഇതിനകം ആയിരക്കണക്കിന് ആളുകൾക്ക് ഗണേശ് സ്വാമി വെച്ചു വിളമ്പി. പാണ്ടിക്കാട്ട് തച്ചനാട്ടുകാവ് ദേവീ സന്നിധിയിൽ നടക്കുന്ന ഭാഗവത ചത്രവേദിയിലെത്തുന്ന ആയിരങ്ങൾക്ക് അന്നം മൂട്ടുന്നത് ഗണേശ് സ്വാമിയാണ്. തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രം, പുഷ്പകഗിരി ശ്രീരാമക്ഷേത്രം, ഉത്രാളിക്കാവ് പൂരം,
ചേലക്കര അന്തിമഹാകാളൻ വേല തുടങ്ങിയിടങ്ങളിലെല്ലാം ഇതിനകം സദ്യയൊരുക്കാൻ ഗണേശ് സ്വാമിക്ക് അവസരം ലഭിച്ചു. സ്വന്തമായി ഭക്ഷണം വെച്ചു കഴിക്കാൻ കഴിയാത്തവർക്ക് ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന വലിയ ചുമതലയും ഗണേശ് സ്വാമി ഏറ്റെടുത്തിട്ടുണ്ട്. പാചകത്തിൽ പിതാവിൽ നിന്ന് നേടിയ കൈപുണ്യമാണ് ഗണേശ് സ്വാമിയുടെ കൈമുതൽ.